അപ്പോൾ ഇദ്ദേഹം കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഈ അൺടച്ചബിലിറ്റി ഇത് ശരിയല്ലാത്തൊരു സിസ്റ്റമാണ് എന്ന്, അദ്ദേഹം 4-5 വയസ്സേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കിയാൽ നമുക്കറിയാം. ആ സമയത്ത് അശുദ്ധി ആചരണം അദ്ദേഹത്തിൻ്റെ ജീവിതവ്രതം പോലെ എടുത്തിരുന്നു. അതായത് അശുദ്ധി ആചരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത്, ഇപ്പം നായരും ഈഴവനും തമ്മിൽ 50 അടി അകലം പാലിക്കണം, ഈഴവനും പറയനും തമ്മിൽ 100 അടി അകലം പാലിക്കണം, ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമായിരുന്നു. ഇദ്ദേഹം മനഃപൂർവ്വം, ഇപ്പോൾ പറയനോ പുലയനോ ആണ് അവിടെ പോകുന്നതെങ്കിൽ ഓതിപ്പോയി ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ തൊടും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. എന്നിട്ട് കുളിക്കാതെയും നേരെ ഓടി വന്ന് സ്വന്തം ഭവനത്തിലുള്ള മറ്റുള്ളവരെ തൊടുകയും, ബോധപൂർവം തൊടുകയും അവരെ അശുദ്ധപ്പെടുത്തിയെന്ന് ഇദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു. അതായത് അശുദ്ധി ആചരിച്ചു കൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തനിക്ക് മനുഷ്യനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ